അതെ വരുന്നുണ്ടോ വരുന്നുണ്ടോ? ഉണ്ടോ? നമസ്കാരം. കുറച്ച് നാളായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം. ലൈവിൽ ആൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. 4 പേരെ കാണുന്നുണ്ട്. കുറച്ച് നാളായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റോ ലൈവോ ഒന്നും ഇടുന്നില്ല. ഇപ്പോഴത്തെ എൻ്റെ ഒരു സോറി കുറച്ച് പേര് ഓൺലൈൻ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു തുടങ്ങുവാണ്. എനിക്കറിയില്ല, എന്ന് വിഷമം വരുമ്പോഴാണ് ഞാനിവിടെ വരാറ്. ഇങ്ങനെ മിക്കപ്പോഴും ഇങ്ങനെ എനിക്കറിയില്ല എങ്ങനെ ഇത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ മുന്നിൽ വേറെ മാർഗ്ഗമില്ലാത്തത് കൊണ്ടാണ്. കഴിഞ്ഞ 3-ാം തീയതി മുതൽ ഞാനിത് അനുഭവിക്കുകയാണ്. ഞാനിത് ആരെയും അറിയിക്കേണ്ട, ഈ പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും തനിയെ ചെയ്യാം, തനിയെ സോർട്ട് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പം എൻ്റെ മുന്നിൽ വേറെ മാർഗ്ഗമൊന്നും കാണുന്നുമില്ല. ഇത് വല്ലാത്തൊരവസ്ഥയിലോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. കൊറോണ സമയത്ത് ഇപ്പോൾ അറിയാമായിരിക്കുമല്ലോ, എനിക്കൊരു സ്ഥാപനമുണ്ട്, പപ്പടവട എന്ന് പറഞ്ഞ്. 2013 ഞാൻ എറണാകുളത്ത് ഫംഗ്ഷനിങ് തുടങ്ങിയതാണ്. 2016 കലൂരിൽ 2ാമത്തെ ഔട്ട്ലെറ്റ് ഇട്ടു. അത് കഴിഞ്ഞിപ്പോൾ വലിയ തെറ്റില്ലാതെ ആളുകളെല്ലാവരും ആക്സെപ്റ്റ് ചെയ്തൊരു ഷോപ്പാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട്, അതായത് ഈ കൊറോണ സമയത്ത് നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്യേണ്ടി വന്നിരുന്നു. കാരണം അറിയാമായിരിക്കുമല്ലോ, കലൂരിൽ ഒരു തിരക്കുള്ള ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള കടയാണ് ലോക്ക്ഡൗൺ സമയത്ത് ക്ലോസ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് തുറക്കും, ഇടയ്ക്ക് ഓപ്പൺ ചെയ്തിരുന്നു. എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, കാരണം കേസസ് വല്ലാതെ കൂടി വരുന്നു. അപ്പോൾ ഈ ഇത്രയും തിരക്കുള്ള സ്ഥലത്ത്, അത് മാത്രമല്ല ഒരു ചെറിയ കടയാണ്, വലിയ എന്താ പറയുക, ഒരു ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻ്റ് ഒന്നുമല്ല, 50 രൂപയ്ക്ക് ഊണ് കിട്ടുന്നൊരു ചെറിയ കടയാണ്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞതുപോലെ ചെറിയ ലാഭത്തിൽ പോകുന്ന ഒരു കടയാണ്. ചെറിയ ലാഭത്തിൽ കുറേ ആളുകൾ വന്ന്, ഇത് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള കടയാകുമ്പോഴത്തേക്ക് ഒരുപാട് പേര് വരുമല്ലോ. 50 രൂപയ്ക്ക് ഊണ് കൊടുക്കുന്നൊരു കട എന്ന് പറയുമ്പം അത്രയും തിരക്കുള്ളൊരു കടയാണ്. അത്ര തിരക്കുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് അങ്ങനെ ഒരു കച്ചവടം നടത്താൻ പറ്റാത്തൊരു സാഹചര്യം ഇരിക്കെ ഞാനതെൻ്റെ ബിൽഡിംഗ് ഓണറിനോട് പറയുകയും ചെയ്തതാണ്, ഇങ്ങനെ നടക്കുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ ഈ ഒരു വല്ലാത്ത സ്റ്റേജിൽ എനിക്കറിയില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, കാര്യത്തിലോട്ട് ഞാൻ എത്തുന്നുമില്ല എന്ന് എനിക്കറിയാം. ഈ കഴിഞ്ഞൊരു 3-ാം തീയതി തുടങ്ങി ഇല്ല, ഞാൻ ഒന്നുകൂടെ പറയാം. എനിക്കറിയത്തില്ല, എനിക്ക് പറയാൻ പറ്റുന്നുണ്ടോയെന്ന് പോലും മനസ്സിലാകുന്നില്ല. എനിക്ക് മൊത്തത്തിൽ ബ്ലാങ്ക് ആയിരിക്കുന്നതുകൊണ്ടായിരിക്കും. കൊറോണ സമയത്ത് എൻ്റെ ഷോപ്പ് ക്ലോസ് ചെയ്തിരിക്കുമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 3-ാം തീയതി ഇവിടെ നിന്ന് കലൂർ ഭാഗത്തുനിന്ന് എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് പറഞ്ഞു, എൻ്റെ കടയിൽ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, മാറ്റുവാണോ എന്ന് ചോദിച്ചു. ഞാൻ മാറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ഈ പറഞ്ഞതുപോലെ ഞാൻ തുറക്കാനുള്ള പ്ലാനിലായിരുന്നു. അടുത്ത മാസത്തേക്ക് തുറക്കാം എന്നുള്ള രീതിയിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ ഈ സമയത്ത് സാധനങ്ങൾ മാറ്റുന്നതായിട്ട് അറിഞ്ഞാൽ ഞാനിവിടെ വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ അറിയുന്നത് ബിൽഡിംഗ് ഓണർ എൻ്റെ ഇവിടുത്തെ ഫേർണിച്ചേഴ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നാണ് അറിയുന്നത്. ഞാൻ അവരോട് ചോദിച്ചത് എന്താ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവരായിട്ടില്ല, കുറേ പണിക്കാരായിരുന്നു. ഞാനപ്പോൾ 100-ൽ വിളിച്ചു, കൺട്രോൾ റൂമിൽ വിളിച്ചു. പോലീസുകാർ വന്നു. പോലീസുകാരോട് ഞാൻ പറഞ്ഞു, ഇതെൻ്റെ സാധനങ്ങളാണ്, ഞാനിവിടെ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവർ എന്തോ വളരെ ലൈറ്റായിട്ട് എടുത്തു. എനിക്ക് കാര്യം മനസ്സിലായില്ല എന്താ സംഭവം നടക്കുന്നതെന്ന്. ഞാനപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വരാം കംപ്ലയിൻ്റ് എഴുതാമെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴത്തേക്കും വേണ്ട, ശനിയാഴ്ചയാണ് നടക്കുന്നത്, തിങ്കളാഴ്ച വന്ന് നമുക്ക് സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രതികളെ ഒന്നും അറസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. ഇവിടെ റോബറിയാണ് നടന്നിരുന്നത്. പ്രതികളെ ഒന്നും അറസ്റ്റ് ചെയ്തില്ല. അപ്പോഴും എനിക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഞാൻ 100-ൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു. അന്ന് രാത്രി തന്നെ, അതായത് അടുത്ത ദിവസം ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്ന സമയത്ത് അന്ന് രാത്രി തന്നെ വന്ന് എൻ്റെ ഷോപ്പിൻ്റെ സൈൻ ബോർഡ്, അതിൻ്റെ ലെറ്റേഴ്സ് പൊട്ടിച്ച് കളഞ്ഞതായിട്ട് കണ്ടു. അത് കഴിഞ്ഞ് ഞാൻ അതും കംപ്ലയിൻ്റായിട്ട് പിറ്റേ ദിവസം എനിക്ക് മനസ്സിലായി എന്തോ കാര്യമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളത്. തിങ്കളാഴ്ച ഞാൻ കംപ്ലയിൻറ്റുമായിട്ട് കമ്മീഷണർ ഓഫീസിൽ, DGPയുടെ ഓഫീസിലെല്ലാം അപ്രോച്ച് ചെയ്തു. DIGക്കും കമ്മീഷണർക്കൊക്കെ നേരിട്ട് മെയിൽ അയച്ചു. എനിക്കൊരു റെസിപ്റ്റ് പോലും കിട്ടിയിട്ടില്ല.
ഇങ്ങനെ ഇരിക്കുമ്പോൾ നോർത്ത് സ്റ്റേഷൻ ഞാൻ ACP സാറിനെ കണ്ടു. അവിടെ നിന്ന് ACP ലാൽജി സാറിനെ കണ്ടു. ഞാൻ അവിടെ നിന്ന് നോർത്ത് സ്റ്റേഷനിൽ പോയി. എൻ്റെ പരാതി ഒരു തരത്തിലും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഈ ദിവസങ്ങളിലൊന്നും. അപ്പോൾ അവിടെ ഓണർ വരും, എന്തോ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കൂ, ഇത് അങ്ങനെയാ ഇങ്ങനെയാ എന്നൊക്കെ പറയുന്നു. 5-ാം തീയതി ഇവിടെ പിന്നെയും സാധനങ്ങൾ ഇറക്കി വെക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഓടി വന്നപ്പോഴത്തേക്കും ഒരു 7-8 ഗുണ്ടകളുണ്ടാകും. 7-8 ഗുണ്ടകൾ വന്നിട്ട് സാധനങ്ങൾ മാറ്റുന്നു. എൻ്റെ ഷോപ്പിൻ്റെ പൂട്ട് തല്ലിപ്പൊട്ടിക്കുന്നു. ഈ അവസ്ഥയിൽ ഞാനും ഹസ്ബൻഡും കൂടെ എതിർത്തപ്പോഴത്തേക്കും എന്നെ തള്ളിയിടുകയും മർദ്ദിക്കുകയും ചെയ്തു. ആക്ച്വലി ഭയങ്കര റൂഡായിട്ടുള്ള വർത്താനം എന്ന് വെച്ചാൽ ഭീഷണിപ്പെടുത്തലായിരുന്നു. നമ്മൾ ഏത് മരടനീഷിൻ്റെ ആൾക്കാരാണ് അങ്ങനെയാണ് പറഞ്ഞത്, എനിക്ക് അറിയത്തില്ല, ചിലപ്പോൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. മരടനീഷിൻ്റെ ആൾക്കാരാണ് ഇവിടെ കൊച്ചിയിലൊന്നും ജീവിക്കണ്ടേ, ഓടിപ്പോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദ്രവവും എന്ന് വെച്ചാൽ പേടിക്കുന്ന രീതിയിലാണ് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീട്ടിൽ പനമ്പള്ളി നാറല്ലേ സ്ഥലം, ഇനിയിപ്പോൾ ജീവിച്ചതുപോലെ തന്നെ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുന്നു. അപ്പോഴും ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, കൺട്രോൾ റൂമിൽ വിളിച്ചു. അവർ വന്നു. കൂട്ടത്തിൽ 5 പേരുണ്ടായിരുന്നു. എൻ്റെ അകത്ത് 2 പേര് ഓടിപ്പോയി. ബാക്കി 3 പേര് ഈ പറഞ്ഞതുപോലെ പോലീസുകാർ കൊണ്ടുപോയി. ഞങ്ങളും പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തപ്പോഴത്തേക്കും എനിക്കറിയില്ല, ഒരു പെൺകുട്ടി വന്ന് ഇത്ര പരിക്കോട് കൂടി അവിടെ എൻ്റെ കയ്യിൽ മൊത്തം നീരായിരുന്നു. ഇത്ര പരിക്കോട് കൂടി അവിടെ വന്ന് നിന്നിട്ട് അവർ പറയുന്നത് പിറ്റേ ദിവസം വന്ന് സംസാരിക്കാം എന്നാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ജനറൽ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയ ഡിസ്ലൊക്കേഷൻ ഉണ്ട് റിസ്റ്റിൽ, റെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ സ്ലിങ് ചെയ്ത് ഞാൻ എൻ്റെ കംപ്ലയിൻറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ നമ്മുടെ ബിൽഡിംഗ് ഓണർ എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ഷൻ ബിസിനസ് നടത്തുന്ന ആളാണ്. SK കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് സുനിൽകുമാർ എന്നാണ് ആ സാറിൻ്റെ പേര്. പുള്ളിക്കാരൻ ബിൽഡറാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് ആയിരിക്കും. കടയുടെ മുമ്പിൽ ഇന്നലെ രാത്രി ഞാൻ 2 ദിവസമായിട്ട് സെക്യൂരിറ്റീസിന് വെക്കുന്നുണ്ട്. 3 സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു ഇന്നലെ. ആ സെക്യൂരിറ്റി ചേട്ടന്മാരെ മർദ്ദിച്ചിട്ട് ഇന്നലെ നേരെ കൊണ്ടുവന്ന് ഒരു ലോഡ് മെറ്റൽ ഇട്ടേക്കുവാണ് കടയുടെ മുമ്പിൽ. അത് കഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെ ഇന്നും ആയിട്ട് എന്താ പറയുക മെറ്റലടിച്ചിട്ടേക്കുന്നു. എൻ്റെ ബോർഡ് മൊത്തമായിട്ട് നശിപ്പിച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് ഇതിപ്പോൾ ഈദ് നടക്കുന്നത് രാവിലെയാണ്, പുള്ളിക്കാരൻ പറഞ്ഞു തരുന്നുണ്ട്. രാവിലെയാണിത് നടക്കുന്നത്. അറിയത്തില്ല, ഇപ്പം എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഷോപ്പ് പണ്ടത്തെ ഒരു രീതി ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു എൻ്റെ ഷോപ്പ്. ഇതായിരുന്നു ഷോപ്പ് പണ്ട്. പപ്പടവട ഇരുന്നത് ഇങ്ങനെയായിരുന്നു. 3-ാം തീയതി വരെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. 3-ാം തീയതി കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ ഇങ്ങനെ ഒരു ഷോപ്പ് ഇവിടെ ഉള്ളതായിട്ട് അറിയുന്ന പോലുമില്ല. അത് മൊത്തമായിട്ട് പോയി. അദ്ദേഹത്തിൻ്റെ ഇതായിരുന്നു എൻ്റെ ഷോപ്പ്. ഇപ്പം ഇതാണ് അവസ്ഥ. എനിക്ക് സത്യം പറഞ്ഞാൽ ലൈവ് പോയതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗം ഉണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷേ എനിക്ക് ഒരു കേസ് പോലും രജിസ്റ്റർ ആയിട്ടില്ല. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ക്രിമിനൽ ഒഫൻസ് അല്ലേ, ഇതിൻ്റെ അകത്ത് ഒരു കേസ് പോലും രജിസ്റ്റർ ആയിട്ടില്ല. എനിക്ക് ഭീഷണിക്ക് പേടിയൊന്നുമല്ല. പക്ഷേ ഇപ്പോൾ ഒരു വല്ലാത്തൊരു ബ്ലാങ്ക് അവസ്ഥയാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ പിന്നെ അപ്ഡേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. എന്തെങ്കിലും ഹെൽപ്പ് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഇതെൻ്റെ ബിൽഡിംഗ് ഓണറിൻ്റെ കടയാണ്. ഇല്ല, അതിലോട്ടൊന്നും പോകണ്ട. അതോ പറഞ്ഞ പോലെ ഇതാണ് ഇപ്പം എൻ്റെ കട. ഇത് ആക്ച്വലി 16 കൊല്ലം അടച്ചിട്ടിരുന്നൊരു കടയായിരുന്നേ. അത് എന്താ പറയുക സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങി ഒരു എന്താ പറയുക ഒരുപാട് കാശ് ഞാൻ മുടക്കിയതായിരുന്നു അന്ന്. ലോണൊക്കെ എടുത്തിട്ടാണ് ഒരുപാട് സാധനങ്ങളും രണ്ടാമത് റിനോവേറ്റ് ചെയ്തതും. ഞാൻ അത്രയ്ക്ക് വലിയൊരു ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊന്നും അല്ലെന്നേ വരുന്നത്. എൻ്റെ ഫാദർ ഒരു സാധാരണ എംപ്ലോയി ആയിരുന്നു. എൻ്റെ മദർ ഈ പറഞ്ഞ പോലെ ഒരു ടീച്ചറാണ്. എനിക്ക് അത്രയ്ക്ക് കാശൊന്നുമില്ല. ഇപ്പോൾ ആൾക്കാരൊക്കെ വിചാരിക്കുന്നുണ്ടാകും ഒരുപാട് കാശുണ്ട്, അത്രയ്ക്കൊന്നും കാശൊന്നും ഇല്ല. അങ്ങനെ അറിയത്തില്ല. ഇനിയിപ്പം എന്തെങ്കിലും ആകുമായിരിക്കും. ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് നോക്കാം. എനിക്കിപ്പോൾ ഇത് ലൗഡാക്കാനല്ലേ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് 3-ാം തീയതി രാത്രി അന്ന് പോയത് ഉറക്കം. എൻ്റെ ഇവിടുത്തെ ഒരു പബ്ലിക് CCTV എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. എൻ്റെ വണ്ടി രാത്രി ഒരു 5 വട്ടമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ടാവും. ഇവിടെ
ഞാൻ എന്ത് ചെയ്യാൻ? ഈ പറഞ്ഞ പോലെയാണ്, ഞാനും ഉണ്ട്, എൻ്റെ ഒരു ഹസ്ബൻഡും ഉണ്ട്. ഞങ്ങൾ ഈ ഗുണ്ടകളുടെ മുമ്പിൽ എന്തിടിച്ച് നിൽക്കാനാ? അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഇതിപ്പോൾ നമ്മൾ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെറ്റലാണ് ഇട്ടേക്കുന്നത്. ബിൽഡറാണല്ലോ, കൺസ്ട്രക്ഷൻ കമ്പനിയാണല്ലോ, അപ്പം ഇടാൻ പറ്റിയത് മെറ്റലാണല്ലോ. എന്തായാലും SKയുടെ ബോർഡ് ഉണ്ടാവും. അതെ, SK കൺസ്ട്രക്ഷൻ. എനിക്ക് അവരൊന്നും ആക്ച്വലി ഡിഫെയിം ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, 3-ാം തീയതി തുടങ്ങി ഇത് നടക്കുന്നുണ്ട്. അപ്പോഴൊന്നും ഓടി വന്ന് ലൈവ് ഇടണമെന്നോ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി ഇതാണ്. ഇതാ പറഞ്ഞത്, ഓടി വന്ന് ലൈവ് ഇടണമെന്നോ അല്ലെങ്കിൽ ഓടി ഇതിൻ്റെ അകത്ത് വന്ന് സോഷ്യൽ മീഡിയയിൽ പറയണമെന്നൊന്നും വിചാരിച്ചതല്ല. ഇപ്പോഴും ഒരു മണിക്കൂറായിട്ട് ഞാൻ നിന്ന് ആലോചിക്കും ലൈവ് പോകണോ വേണ്ട എന്നുള്ളത്. പക്ഷേ ഓരോ പ്രാവശ്യവും ഞാൻ പ്രശ്നത്തിലാകുമ്പോൾ സോഷ്യൽ മീഡിയ വഴി മാത്രമേ ഹെൽപ്പ് കിട്ടാറുള്ളൂ. എനിക്കറിയില്ല, എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ടാവും. പക്ഷെ എന്ത് ചെയ്യാനാ, ഞാനിതിന് ഇറങ്ങിപ്പോയില്ലേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ഇറങ്ങിപ്പോയിട്ടില്ല ഞാൻ. ഇതോടുകൂടി തീരുമാനിക്കുന്നല്ല. ഇനി ഇത് തിരിച്ച് കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഒരു ബോർഡ് തന്നെ വെക്കാൻ എനിക്ക് തോന്നുന്നില്ല എന്നെ കൊണ്ട് പറ്റുമെന്നൊന്നും. ഇനി അത് എന്തായാലും ഒരുപാട് കാശില്ലാത്തവരൊന്നും ബിസിനസ് ചെയ്യാത്തതാണ് നല്ലത്. അതിനൊക്കെ ഒരുപാട് കാശ് കയ്യിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഒരൊറ്റ കേസ് ഉണ്ടാവില്ല. എനിക്ക് ഈ 3-ാം തീയതി ആ ദിവസം ഒന്ന് ആലോചിച്ചൊക്കെ, പോലീസുകാർ വന്നപ്പോഴത്തേക്കും ആ വണ്ടിയിൽ സാധനങ്ങൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയുടെ നമ്പറുണ്ട്, വണ്ടിയിൽ ജോലിക്കാരുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ നിന്ന് പറയുന്നു നമ്മുടെ ആളുകളല്ല നമ്മുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവരോട് പറഞ്ഞു ഇനി എടുക്കണ്ട, വാതിലടച്ചേക്കെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് വാതിലടപ്പിക്കുക. എന്തൊക്കെയോ ആ സാധനങ്ങളൊക്കെ റിക്കവർ ചെയ്തെടുക്കാനുള്ള ഒരു നടപടിയിൽ ഒന്ന് ആലോചിച്ചൊക്കെ. എൻ്റെ ഇവിടെ നടന്നത് മോഷണമല്ല, റോബറിയാണ്. പട്ടാപ്പകൽ അടച്ചിടുന്ന ഷട്ടർ തുറന്ന് ഈ പറഞ്ഞതുപോലെ സാധനങ്ങൾ കടത്തിക്കൊണ്ട് പോവുക. അത് കഴിഞ്ഞ് തടയാൻ വന്നവരെ ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെ നടക്കുക. അത് കഴിഞ്ഞിട്ട് എന്തോ ആവട്ടെ, ഞാൻ ഒരു പെൺകുട്ടിയല്ല. രാത്രി 2 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് ആലോചിച്ചൊക്കെ, 2 മണിക്ക് എനിക്ക് ഇവിടെ വന്ന് മർദ്ദനം കിട്ടണമെങ്കിൽ ഞാൻ എത്ര പ്രാവശ്യം ഇറങ്ങി ഓടി വന്നിട്ടുണ്ടാവണം എൻ്റെ കട നോക്കാൻ. അങ്ങനെ വരുമ്പോഴത്തേക്കും എൻ്റെ മുടി പിടിച്ച് വലിച്ച് താഴെയിട്ട് എന്തോരം ഉപദ്രവിച്ചത്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെ ചെയ്തു തരാം. മീഡിയയിൽ എന്തെങ്കിലും അറ്റൻഷൻ ചെയ്യണം, ഇല്ലാതെ നിയന്ത്രിക്കുന്ന ഒരു പ്രതീക്ഷയില്ല. എന്തെങ്കിലും എനിക്ക് എപ്പോഴും മീഡിയ മാത്രമേ സഹായിച്ചിട്ടുള്ളൂ. സോഷ്യൽ മീഡിയ ഒക്കെയാണ്. മീഡിയ വഴി എന്തെങ്കിലും ഹെൽപ്പ് എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് അറ്റ്ലീസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം എല്ലാവരും ഇങ്ങനെ നടന്നു എന്നുള്ളത്. താങ്ക് യു. ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്ലീസ് 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 പ്ലീസ്. എനിക്ക് ആക്ച്വലി അറിയത്തില്ല, എന്തൊക്കെയോ എനിക്ക് പറയണമെന്നുണ്ട്. എനിക്ക് മൊത്തമായിട്ടൊന്നും പറയാനൊന്നും പറ്റുന്നില്ല. സഹായിക്കാൻ പറ്റുന്നവരൊക്കെ സഹായിക്കണം പ്ലീസ്.